നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്ന് MLA റോയ് കെ പോലോസ്. എഴുകുംവയൽ സ്പൈസസ് വാലി റോട്ടറി ക്ലബിന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും 26-ന് വൈകിട്ട് 6-ന് എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജന്തർ മന്തർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അക്ഷര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അത് DGPയുടെ ശുപാർശ പ്രകാരമുള്ള സാധാരണ നടപടി മാത്രമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെടുങ്കണ്ടം പൊന്നാമലയിൽ MLAയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് വാർഡ് മെമ്പർ തോമസ് തെക്കേൽ. വാർത്തകൾ വിശദമായി. ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്ന് ഇടുക്കി MLA റോയ് കെ പോലോസ്. ഭാവിയിൽ ഗുരുതര അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവൃത്തികൾ ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതും അദ്ദേഹം പറഞ്ഞു. ചേലച്ചൂട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച നിലവാരത്തിൽ നടക്കുന്നില്ലെന്ന് റോയ് കെ പോലോസ് MLA. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 102 കോടി രൂപയുടെ പദ്ധതിയിൽ കയറ്റിറക്കങ്ങളും അപകടകരമായ വളവുകളും പരമാവധി കുറച്ച് റോഡിന്റെ ഗ്രേഡിംഗ് നടത്തി നവീകരിക്കുവാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നിലവിലുള്ള റോഡിന് മുകളിൽ ടാറിംഗ് നടത്തുന്നതിലേക്കാണ് പദ്ധതി ചുരുങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ റോഡ് പൂർത്തിയായാൽ വാഹനങ്ങൾ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കാനിടയുണ്ടെന്നും ശേഷിക്കുന്ന പ്രവൃത്തികളെങ്കിലും പരമാവധി ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. റോഡിന്റെ നിർമ്മാണം വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 102 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്ത് നിലവിലുള്ള റോഡിന്റെ വളവുകളും അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള കയറ്റിറക്കങ്ങളും ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഗ്രേഡിംഗ് ഒക്കെ നടത്തി ലെവൽസ് എടുത്ത് ചെയ്യുന്നതിനാണ് ആദ്യം എസ്റ്റിമേറ്റ് എടുത്തത്. പക്ഷെ ആ എസ്റ്റിമേറ്റ് എടുത്തെങ്കിൽ പോലും നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പണി എന്ന് പറയുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഒരിടത്തും ഗ്രേഡിങ് ഒരിടത്തും മാറ്റം വരുത്തുന്നില്ല. നിലവിൽ എവിടെയെങ്കിലും കയറ്റിറക്കങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. വീതി ഒരിടത്തും കൂട്ടുന്നില്ല. നിലവിലുള്ള വളവുകളൊന്നും നിവർത്താനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പഴയ റോഡ് ഏത് രീതിയിലാണോ കിടക്കുന്നത് ആ റോഡിന്റെ മുകളിൽ കൂടി വീണ്ടും ടാർ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു പണി മാത്രമാണ് ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ റോഡിൽ നടക്കുന്നത്. അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല സ്വീകരിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്താനുള്ള ചില കാര്യങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല എന്നുള്ളവർ പറഞ്ഞെങ്കിൽ പോലും 3-4 പ്രദേശങ്ങളിൽ 3-4 സ്ഥലങ്ങളിൽ കുറച്ച് കയറ്റങ്ങളൊക്കെ കുറയ്ക്കാനും കുഴി ഉള്ള പ്രദേശങ്ങളിൽ അത് ഇട്ട് ഫില്ല് ചെയ്യാനും റോഡ് ലെവലാക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട കിഫ്ബിയുടെ എഞ്ചിനീയർമാർക്കും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇനി എന്താണ് ഭേദഗതി വരുത്താൻ കഴിയുക അത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം മഴക്കാലത്ത് കഞ്ഞിക്കുഴി ടൗണിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഒഴുകുകയും ചെയ്യുന്നത് വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന് വ്യാപാരികളുമായി ചർച്ച നടത്തിയതായും റോഡിന്റെ ഇരുവശങ്ങളിലും ഓടകൾ നിർമ്മിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ കഞ്ഞിക്കുഴി ടൗണുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള വെള്ളമെല്ലാം കൂടി ടൗണിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ മഴക്കാലത്തുണ്ടാകാവുന്ന ആ ഒരു പ്രശ്നം വ്യാപാരികൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അവിടെ ഒരു ഓട നിർമ്മിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള പരിശോധനയും നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വ്യാപാരി വ്യവസായികളുമൊക്കെയായി ചർച്ച ചെയ്യുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് അവരെയും വിളിച്ച് ചർച്ച ചെയ്ത് അതിനനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കാൻ 2 സൈഡിൽ കൂടിയും
ഓട നിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് MLA സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സന്ദർശനത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ, DCC സെക്രട്ടറി ആഗസ്തി അഴുകത്ത്, പൊതുപ്രവർത്തകർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എഴുകുംവയൽ സ്പൈസസ് വാലി റോട്ടറി ക്ലബിന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ജൂലൈ 26-ന് വൈകിട്ട് 6 മണിക്ക് എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനുസ് സിദ്ദിഖ് നിർവഹിക്കും. എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ജൂലൈ 26-ന് വൈകിട്ട് 6-ന് എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തും. 2026-27 വർഷത്തെ പ്രസിഡന്റായി KC ഗിരീഷിനെയും സെക്രട്ടറിയായി ഷാജി ജോസഫിനെയും ട്രഷററായി ഷിനോ വർഗീസിനെയും തെരഞ്ഞെടുത്തു. മീറ്റിംഗിൽ മുഖ്യാതിഥിയായി വൈൽഡ് ലൈൻസ് ഇന്ത്യ ചീഫ് എഡിറ്റർ ഫിജി തോമസ് പങ്കെടുക്കും. PDG അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനുസ് സിദ്ദിഖ് നിർവഹിക്കും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കും. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് തീമായ ഹോംലെസ് ഔട്ട്റീച്ച് പ്രിവെൻഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ആരോഗ്യ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 20 ലക്ഷം രൂപയുടെ ഭവന നിർമ്മാണം നടത്തി. തുടർന്നും ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. 2026-27 ജൂലൈ 1-ന് ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് നൽകി സേവന പ്രവർത്തനങ്ങളെ പ്രാരംഭം കുറിച്ചു. ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് സംബന്ധമായ പ്രോജക്റ്റുകൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുവാനാണ് ക്ലബ്ബ് താൽപ്പര്യപ്പെടുന്നത്. കൂടാതെ മുന്നോട്ട് കൂടുതൽ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ജൂലൈ 26 ഞായറാഴ്ച 6 PM-ന് SCB ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. 26-27 വർഷത്തെ പ്രസിഡന്റായി ശ്രീ ഗിരീഷ് KCയെയും സെക്രട്ടറിയായി ഷാജി ജോസഫിനെയും ട്രഷററായി ഷിനോ വർഗീസിനെയും തിരഞ്ഞെടുത്തു. പ്രസ്തുത മീറ്റിംഗിൽ മുഖ്യ അതിഥിയായി വൈൽഡ് ലൈൻ ഇന്ത്യ ചീഫ് എഡിറ്റർ ഫിജി തോമസ് പങ്കെടുക്കുന്നതാണ്. ADG അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനുസ് സിദ്ദിഖ് നിർവഹിക്കുന്നതുമാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഗിരീഷ് KC, സെക്രട്ടറി ഷാജി ജോസഫ്, ട്രഷറർ ഷിനോ വർഗീസ്, സാൻഡി സെബാസ്റ്റ്യൻ, റെജി കുര്യൻ, സാബു മാലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. EMS സ്റ്റേഡിയത്തിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അക്ഷര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞു. ഇത് നേരിയ തോതിൽ സംഘർഷത്തിന് വഴിയൊരുക്കി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അക്ഷര മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള പോലീസുകാരോടാണ് ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികളാണ്, കേവലം വിദ്യാർത്ഥികൾ. ഇതാ രണ്ട് കയ്യിലും ഒന്നുമില്ലാതെ ആശയം കൊണ്ട് മാത്രം ഇവിടെ സംഘടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ്. ഞങ്ങളെ ഇത്തരത്തിലേക്ക് ഈ ഒരു സമരത്തിൽ ഒരു സൂചനാ സമരം ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവകാശ പത്രിക മാർച്ച് ഞങ്ങളോട് സംഘടിപ്പിക്കുമ്പോൾ ഏതോ വലിയ തീവ്രവാദികൾ കണക്കെ രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇത്തരത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. ഞങ്ങൾ സമാധാനപരമായിട്ട് മാത്രം ഈ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചവരാണ്. അതല്ല ഞങ്ങൾ വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതല്ല, മറിച്ച് ഞങ്ങൾക്ക് ഈ സമരം മറ്റു രീതിയിലേക്കാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ ഞങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മുഴുവനും ആ നിലയിലേക്ക് ഈ ഓഫീസിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾ ഒന്നുമില്ലാതെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ കയ്യിലെ ലാത്തിയും നിങ്ങളുടെ കയ്യിലെ തോക്കും നിങ്ങളുടെ കയ്യിലെ ഷീൽഡിന്റെ വലിപ്പം ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ ആ രീതിയിലേക്കല്ല നിങ്ങൾ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ജന്തർ മന്ദറിൽ വലിയ സമരം നടക്കുന്ന കാര്യം പറഞ്ഞു. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് രാജ്യത്താകമാനം ഉണ്ടായിട്ടുള്ളത്.
കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഉള്ളതൊക്കെ വിറ്റുപറക്കി ഒരുപക്ഷെ വീട് വിറ്റ് സ്ഥലം വിറ്റ് അല്ലെങ്കിൽ ഉള്ളതൊക്കെ സംഹരിച്ചു കൊണ്ടിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു. ആ പോയത് വിദ്യാർത്ഥികളോട് ഏതാനും ദിവസങ്ങൾ കഴിയുന്ന സമയത്താണ് സംഘപരിവാറിന്റെ NDA പറയുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്, നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷ ഞങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷ ഞങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര പ്രയാസകരമായിട്ടുള്ള മാനസിക പ്രതിസന്ധിയിലൂടെയാവും വിദ്യാർത്ഥികൾ ആകമാനം കടന്നു പോയിട്ടുണ്ടാവുക. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് അനന്തു അജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മേഘ, സമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘർഷത്തിൽ പരിക്കേറ്റ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസിന്റെ നരനായാട്ടൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ചും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി പുളിയൻമലയിൽ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു ഉദ്ഘാടനം ചെയ്തു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു വരുന്നു, CJP എന്ന് പറയുന്നത്. അതിനപ്പുറം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരടക്കം, കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരടക്കം, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരടക്കം, വിദ്യാർത്ഥികളടക്കം, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളടക്കം അവിടെ സമരത്തിന് എത്തിച്ചേരുന്നു. ചെറിയ തോതിൽ സമരം സംഘടിപ്പിക്കുന്നു. സമരം സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ TV ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? പോലീസിന്റെ വേഷത്തിൽ വരുന്ന ആളുകൾ, പല ആളുകൾക്കും നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസുകാർ, സംഘപരിവാറിന്റെ ആളുകൾ, അതേപോലെ തന്നെ യൂണിഫോം ഇടാത്ത സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന, RSS നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ, ഇത്തരം ആളുകൾ ലാത്തിയിൽ ആണിയടിച്ച് പെൺകുട്ടികളെ അടക്കം നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുന്ന നിലപാടാണ് അവിടുത്തെ പോലീസ് എടുക്കുന്നത്. നമുക്ക് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയും. ഒരു സമരത്തെ ഇത്തരത്തിൽ അടിച്ചമർത്തുക, നമ്മളെല്ലാം സമരം നടത്തുന്ന ആളുകളിലെ ഇത്തരത്തിൽ സമരത്തെ അടിച്ചമർത്തുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഈ സംഘപരിവാർ ഭരിക്കുന്ന, ഈ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ സർക്കാർ ചെയ്യുന്നത്. ഇ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M ശിവകുമാർ, CPIM ലോക്കൽ സെക്രട്ടറി KM മണി, ജോസ് പ്രസാദ്, സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ശാന്തൻപാറ ആനയിറങ്കലിൽ കാട്ടാന ഭീതി ഒടുങ്ങുന്നില്ല. പ്രദേശത്ത് വീണ്ടും വന്യജീവി ആക്രമണം. പ്രശസ്ത കാട്ടാനയായ ചക്കക്കൊമ്പൻ ആനയിറങ്കലിലെ റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. കടയുടെ വാതിലും ഭിത്തിയും തകർത്ത ആന അകത്തുണ്ടായിരുന്ന അരിയും ആട്ടയും ഭക്ഷിച്ച ശേഷമാണ് പിൻവാങ്ങിയത്. തുടർച്ചയായി 12ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കട തകർക്കുന്ന വിവരമറിഞ്ഞ പ്രദേശവാസികൾ ഒന്നടങ്കം തടിച്ചുകൂടി ബഹളം വെച്ചതോടെയാണ് കാട്ടാന കാട് കയറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 തന്നെ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് നാട്ടുകാർ ചേർന്ന ആനയെ തുരത്തിയെങ്കിലും പുലർച്ചെയോടെ വീണ്ടും എത്തി ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടിയിരുന്നത് ഒരു ഫെൻസിങ് ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് അരിക്കൊമ്പനുണ്ടായിരുന്ന കാലത്ത് പന്നിയാറിൽ സ്ഥിരമായിട്ട് കട തകർക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ പന്നിയാറിൽ ഫെൻസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെയ്യാൻ ഇവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല. കാരണം ഇവിടെ നാട്ടുകാർ വന്നിട്ട് കടയ്ക്ക് മാത്രമായിട്ട് ഫെൻസിങ് ചെയ്യാതെ ഈ ലയത്തിനും കൂടെ ചേർത്ത് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഫെൻസിങ് ചെയ്യാതെ മുടങ്ങിപ്പോയത്. ഇത് ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടി ചക്കക്കൊമ്പൻ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ തന്നെ ആറാട്ടിക്കാരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടും അവരിവിടെ വന്നിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോയി. ഇന്ന് വെളുപ്പിനെ വീണ്ടും ഒരു 5:30 സമയത്ത് വന്നിട്ടാണ് ചക്കക്കൊമ്പൻ ഈ കട ഇതിൻ്റെ റൂഫൊക്കെ തകർത്ത് റേഷൻ കടയുടെ ഡോറൊക്കെ പൊളിച്ച് അകത്ത് കൈയിട്ട് ആട്ട പാക്കറ്റ് വലിക്കാൻ ശ്രമിച്ചവയ്ക്ക് നാട്ടുകാർ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആന വിട്ടുപോയി. അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ ഇന്നലെ രാത്രി വന്നായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ച്, ഈ മുകളിലുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അപ്പം തന്നെ ആറാട്ടിന് വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പം അവർ വന്ന് നോക്കിയിട്ട് പോയതിന് ശേഷം ആന ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നീട് ഞങ്ങൾക്ക് രാവിലെ, ഞങ്ങൾ അത്രയും നേരം ഉറങ്ങാതെ കിടന്നിട്ട് രാവിലെ വെളുപ്പിനാണ് ഉറങ്ങിയത്. ഞങ്ങൾ അത്രയും നേരം ആൾക്കാർ ഈ ഇവിടുത്തെ താമസിക്കുന്നവരെല്ലാവരും രാത്രി ഉറങ്ങാതെ ആന വരുമെന്ന് ഓർത്തിട്ട് എല്ലാവരും വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ രാവിലെ വെളുപ്പിനായ കാരണം എല്ലാവർക്കും പെട്ടെന്ന് ഒരു മൈൽഡായിട്ട് ഉറക്കം വന്നപ്പോൾ ഞങ്ങളെല്ലാം ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ആ സമയത്ത് വന്നിട്ടാണ് ഈ റേഷൻ കടയെ മൊത്തം അറ്റാക്ക് ചെയ്തത്. ആ ചെയ്ത സമയത്ത് ഇവർ ഞങ്ങൾക്കൊന്നും ഒരു പ്രൊട്ടക്ഷൻ ചെയ്തിട്ടില്ല.
ഞങ്ങൾ ഇൻഫോം ചെയ്തപ്പോൾ തന്നെ അവർ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തോ, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അല്ല ഇവിടെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഇല്ല. നൈറ്റ് 9:10 മണി കറക്റ്റാണ് കയറും. 9:45 കയറിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാം ഓൾ ഔട്ട് സൗണ്ട് ഇട്ടപ്പോൾ ഈ വഴി ചാടിപ്പോയി. കറക്റ്റായിട്ട് രാവിലെ കറക്റ്റ് ഒരു 5:30 മണി ചായ കടയിൽ കിടക്കുന്ന പറയുമ്പോൾ 5:30 മണിക്ക് ഉള്ള സൗണ്ട് കയറുമ്പോൾ ഇയാൾ മൊത്തത്തെ ഉള്ളിൽ കയറുമ്പോൾ മൊത്തം പൊളിച്ച് ഉള്ളിൽ കയറുമ്പോൾ പുള്ളിക്കകത്ത് വെളിയെ കയറാൻ പറ്റില്ല. ഉള്ളകത്ത് കയറി റേഷൻ കട പൊളിച്ചെടുക്കുമ്പോൾ മറ്റു നാട്ടുകാരുടെ സൗണ്ട് ഇട്ട് തന്നെ അവിടെ അത് കയറിയത്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ മാത്രമേ വീഡിയോ എടുക്കുന്നു, വേറെ ആരും വരുന്നില്ല. വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മെഡിക്കൽ കമ്പനികളുടെ തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് BMSRA സംസ്ഥാന സെക്രട്ടറി വിശാൽ ചന്ദ്രൻ. BMSRA ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിയ സിവിൽ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMSRA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജിത്ത് മോഹൻകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ അബോട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്ന മിഥുന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് BMSRA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിവിൽ സ്റ്റേഷൻ മാർച്ച് BMSRA സംസ്ഥാന സെക്രട്ടറി വിശാൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ നിരന്തരമായ തൊഴിലാളി ചൂഷണം പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യാൻ സംഘടനയെ നിർബന്ധിക്കരുതെന്നും മിഥുന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു തൊഴിൽ കിട്ടിയെന്ന ആശ്വാസം കൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി സൈഡ് എഫക്റ്റുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന സമൂഹത്തിന് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ല. അതിന്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മിഥുൻ എന്ന നമ്മുടെ സഹപ്രവർത്തകൻ തൊഴിൽ രംഗത്തുണ്ടായ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇത് കേവലം ഈ ഒരു തൊഴിൽ മേഖലയിൽ മാത്രമല്ല, കോർപ്പറേറ്റ് രംഗത്ത് എല്ലാ മേഖലയിലും തന്നെ ഈ രീതിയിലുള്ള തൊഴിൽ സമ്മർദ്ദങ്ങളും തൊഴിൽ നിഷേധങ്ങളും തൊഴിലാളി ചൂഷണങ്ങളും വളരെയധികം നിലനിൽക്കുന്നതാണ്. നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഒരു റെപ്രസെന്റേറ്റീവിന്റെ അവസ്ഥയിലേക്ക് ഉണ്ടാകുമ്പോൾ അത് താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത സാഹചര്യമാണ് ഇതിനുണ്ടായതെങ്കിൽ വിവേകപൂർണമായി ചിന്തിച്ചുകൊണ്ട് ഈ മാനസിക പ്രശ്ന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറത്ത് പ്രതികരിക്കാതെ സഹിച്ചു നടക്കുന്ന അനേകം ആളുകളെ നമുക്കറിയാം. യുവാക്കളിൽ 26-27 വയസ്സെത്തുമ്പോൾ തന്നെ BP, ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കേണ്ടി വരുന്നു. ചെറുപ്പക്കാരിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ ഭൂരിഭാഗത്തിന്റെയും തല നരയ്ക്കുകയാണ് നേരത്തെ തന്നെ. കാരണം ആത്മജാതി പ്രഷറാണ് കമ്പനികൾ അവർക്ക് കൊടുക്കുന്നത്. ജോലിഭാരം, ലക്ഷ്യാധിഷ്ഠിത സമ്മർദ്ദം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ജീവനക്കാർ നേരിടുന്ന സമ്മർദ്ദം, മാനേജ്മെന്റ് രീതികൾ എന്നിവയെക്കുറിച്ച് സമഗ്ര പഠനം നടത്തണമെന്നും BMSRA ആവശ്യപ്പെട്ടു. BMSRA ജില്ലാ പ്രസിഡന്റ് സജിത്ത് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. BMS ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ്, BMSRA ജില്ലാ സെക്രട്ടറി അജിത്ത് KR എന്നിവർ സംസാരിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ ഭാരവാഹികളായ അനീഷ് AR കൃഷ്ണകുമാർ, സംഘടന ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ്, BMSRA ഇടുക്കി ജില്ലാ സെക്രട്ടറി KR അജിത്ത് എന്നിവർ സംസാരിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ഇടുക്കി ജില്ലാ ഭാരവാഹികളായ AR അനീഷ്, കൃഷ്ണകുമാർ, KM നിതിൻ, അഭിജിത്ത് മോഹനൻ, അഖിൽ ബാലകൃഷ്ണൻ, ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അത് DGPയുടെ ശുപാർശ പ്രകാരമുള്ള സാധാരണ നടപടി മാത്രമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിനാൽ ഉത്തരവിന് അസാധാരണ സ്വഭാവമുണ്ടെന്ന തരത്തിലുള്ള അവകാശവാദം ശരിയല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ദുരുപയോഗം ചെയ്തതും നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും അത് ആരായാലും അംഗീകരിക്കാനാവില്ല. അന്വേഷണത്തിലൂടെ അത്തരം കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഏത് സർക്കാരിനും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനമാണ് ഗവൺമെൻറ് ഉത്തരവായി പുറത്തു വരുന്നത്.
അതിൽ പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അധികാര ദുർവിനിയോഗം നടത്തുകയും വഴിവിട്ട പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അത് ഗവൺമെൻറ് വെച്ച് ഉറപ്പിക്കില്ല. അതേ എനിക്ക് അതിനെപ്പറ്റി ജനറലായി പറയാനുള്ളൂ. DGP ചെയ്തിട്ടുള്ള ഒഫൻസ് എന്താണ് ബോധ്യപ്പെട്ടുള്ളത്? അതുകൊണ്ടാണല്ലോ അന്വേഷണം. നെടുങ്കണ്ടം പൊന്നാമലയിൽ MLAയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് വാർഡ് മെമ്പർ തോമസ് തെക്കൽ. MLAയുമായി കൂടിയാലോചിച്ച ശേഷമാണ് ജനങ്ങളെ വിളിച്ചു ചേർത്തതെന്നും എന്നാൽ MLA ജനങ്ങളെ അവഗണിച്ചെന്നുമാണ് ആരോപണം. MLAയുമായി മുൻകൂട്ടി ആലോചിച്ച് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹം എത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികളെയും അമ്മമാരെയും അവിടെ വിളിച്ചു വരുത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഗ്രാമസഭയിൽ ഉയർന്ന പ്രധാന ആവശ്യങ്ങളും നിവേദനങ്ങളും MLAയ്ക്ക് നേരിട്ട് നൽകാനാണ് നാട്ടുകാർ കാത്തുനിന്നത്. എന്നാൽ സ്ഥലത്തെത്തിയ MLAയെ കാത്തുനിന്ന ജനങ്ങൾക്ക് മുന്നിൽ നിവേദനം സമർപ്പിക്കുന്നതിന് പകരം ചില കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് പാറ പൊട്ടിച്ച സ്ഥലത്തേക്ക് അദ്ദേഹത്തെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. കാത്തുനിന്ന അമ്മമാരും വയോധകരുമടങ്ങുന്ന 100 കണക്കിന് ആളുകളെ കണ്ട് നിവേദനം വാങ്ങിപ്പോകാമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പോയിട്ട് വരാമെന്ന് MLA പറയുകയായിരുന്നു. 1 മണിക്കൂറോളം കാത്തുനിന്ന ജനങ്ങളെ ഇട്ടിട്ട് പാറ കാണാൻ അകമ്പടി സേവിക്കേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ജനങ്ങളോടൊപ്പം അവിടെ നിന്നതെന്നും മെമ്പർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഞാനും MLAയും ഒന്നിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലിരുന്ന് തലേദിവസം നടത്തിയ ഉദ്ഘാടനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുകയും ആ ഓഫീസിൽ വെച്ച് അദ്ദേഹം തന്നെ തന്ന സമയമാണ് ഞായറാഴ്ച 10 മണിയെന്നുള്ളത്. ആ സമയത്ത് അദ്ദേഹവുമായി സംസാരിച്ചുറപ്പിച്ചതനുസരിച്ച് അവിടെ ആളുകളെ കൂട്ടുകയും അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വേണ്ട നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിരുന്നു. അത് ഗ്രാമസഭ വഴി ഒരുപാട് ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിച്ചപ്പോൾ ആ ആവശ്യത്തെ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള വിഷയത്തിലാണ് അങ്ങനെ തുടങ്ങിയത്. എന്നാൽ MLA വരാനൊരു സ്വല്പം വൈകി, ഏതാണ്ട് 10:45 MLA അവിടെ വന്നപ്പോൾ വന്ന സമയത്തും അത്രയും ആളുകൾ അവിടെ നിന്നിട്ട് അദ്ദേഹത്തെ അവിടെ ഇറക്കിയില്ല എന്ന് മാത്രമല്ല, ഇറങ്ങണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ എല്ലാവരും വണ്ടിക്കകത്തിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ അത് സമയം പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പല ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുക, ഇപ്പം നമ്മൾ താഴെ പോയി കയറി വരുമ്പോഴത്തേക്കും 1 മണിക്കൂറും കൂടി എടുക്കും. അപ്പോൾ അത്രയും സമയം കൂടി ഈ പറയുന്ന പ്രായമായ അമ്മച്ചിമാരും അടക്കമുള്ള ആളുകൾ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇറങ്ങിയേച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേച്ച് പോയി, അന്നേരം എല്ലാവരും വണ്ടിക്കകത്തിരിക്കുക എന്നാണ് MLA പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവരവിടെ ഇരിക്കട്ടെ. അപ്പോൾ MLAക്ക് ഇറങ്ങിയാൽ തീരാവുന്നൊരു കേസേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ അവർ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. അപ്പം കൂട്ടത്തിൽ ഞാൻ പോയില്ല. ഞാൻ പോകാത്തതിൻ്റെ കാരണം അവിടെ കൂടിയ ജനങ്ങൾ ഞാനോട് വിളിച്ചിട്ടാണ് അവിടെ വന്നത്. അവരോടൊപ്പം നിൽക്കേണ്ട ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ അവരോടൊപ്പം പോയില്ല. പോയ വഴിക്ക് ചിലർ എന്നെ വിളിച്ചു, മെമ്പറെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. കുറച്ച് പേര് മെമ്പറില്ലാതെ ഞങ്ങൾ താഴോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കയറി പോകും. കുറേ ആളുകൾ അവിടെ നിന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അടി കിട്ടിയ പോലെയായി. കാരണം ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച ഒരു കാര്യത്തിൽ നിന്ന് MLA ഒരു നിഷേധ സമീപനം സ്വീകരിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ താല്പര്യം മാനിച്ച് ഞാനവിടെ വീണ്ടും നിന്നു. അവിടെ നിന്ന് കുറേ ആളുകൾ വീട്ടിൽ പോയി, ബാക്കിയുള്ളവർ അവിടെ നിന്നു. MLA തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിന് നിവേദനങ്ങൾ സമർപ്പിച്ചു. സംഭവത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ തന്റെ പക്കൽ ഭദ്രമാണെന്നും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റാണ് അവിടെ തർക്കങ്ങൾക്ക് തുടക്കമിട്ടതെന്നും വീഡിയോ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തിന്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ പാർട്ടി നോക്കി തരംതിരിക്കാനോ അവഗണിക്കാനോ ആണ് ഭാവമെങ്കിൽ അതിനെ ശക്തമായി നേരിടും. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയെയും നാട്ടുകാരെയും അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില പ്രാദേശിക നേതാക്കളുടെ തെറ്റായ നയങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും വാർഡ് മെമ്പർ തോമസ് തെക്കൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.
സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായ അശ്വിനി ദേവപുത്രൻ നകുലനാൽ പ്രതിഷ്ഠിതം, ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കൽപ്പത്തോടെ 5000 വർഷങ്ങൾക്കപ്പുറം ദ്വാപരയുഗത്തിൽ പിറവിയെടുത്ത പുണ്യസങ്കേതം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള അതിപുരാതനമായ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രോഗദുരിതങ്ങൾ അകലാനും സമ്പൂർണ്ണ ആരോഗ്യത്തിനുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഈ വർഷത്തെ ഔഷധസേവ മറക്കാതിരിക്കുക. ഓഗസ്റ്റ് 1 രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം. രോഗദുരിതശാന്തിക്കായി ഈ പുണ്യമുഹൂർത്തത്തിൽ നിങ്ങളും പങ്കുചേരുക. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSc കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies. Near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. It's my choice. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks. കുട്ടികൾക്കിടയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർ മാത്യൂസ് യു പി സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു തൈ പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിൻഡോ തോമസ്, കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ മാത്യു TC എന്നിവർ നേതൃത്വം നൽകി. കൃഷിയെയും കൃഷിരീതികളെയും കുറിച്ച് കുട്ടികൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മാർ മാത്യൂസ് യു പി സ്കൂൾ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൊരു തൈ പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായത്. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജിൻഡോ സാറ്, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ MMUP സ്കൂൾ മീൻമുട്ടിയിലെ കുട്ടികൾക്കായി ഒരു കുട്ടിക്ക് ഒരു പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുട്ടികളിലേക്ക് നമുക്കറിയാം കാർഷിക മേഖലയെക്കുറിച്ചൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിവില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് ഈ കാർഷിക പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും, അതുപോലെ തന്നെ നമുക്കറിയാം കോവിഡൊക്കെ വന്ന കാലഘട്ടത്തിൽ അവനവൻ്റെ വീട്ടിൽ പച്ചക്കറി ഉള്ളവർക്ക് മാത്രമാണ് അന്ന് പഞ്ഞം കൂടാതെ ഭക്ഷണമൊക്കെ നിർമ്മിക്കാനും ഒക്കെ സഹായിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇനി വളർന്നു വരുന്ന തലമുറ ഒരു പച്ചക്കറിയെല്ലാം വീട്ടിൽ നട്ടുകൊണ്ട് അവനവൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ ഉപജീവനം നയിച്ചിരുന്നത് കൃഷിയിലൂടെയായിരുന്നു. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നു. യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് വളരെ അപൂർവമാണ്. ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുട്ടികളിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ മാത്യു TC പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജിൻഡോ സാർ, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മീൻമുട്ടി സ്കൂളിൻ്റെ MBTA പ്രസിഡന്റുമായ ശ്രീമതി ബിൻസി മാർട്ടിൻ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയ കുട്ടികളെ, കുട്ടികളിൽ കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൊരു തൈ പച്ചക്കറി എന്ന പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മാതാപിതാക്കൾ. സ്വന്തം മക്കളെ പഠിപ്പിക്കുവാനും വേണ്ടിയിട്ട് കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന കാലഘട്ടം ഈ സമയത്ത് ഓർക്കുകയാണ്. അതിനുശേഷമാണ് വ്യവസായ ബിസിനസ്സും IT മേഖലയും ടൂറിസം എല്ലാം ഡെവലപ്പായി വന്നതിന് ശേഷം കൃഷി താനെ സംഭവിച്ചു പോയ ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന്. ആ അവസരത്തിൽ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചും കൃഷിയുടെ അവബോധം നല്ല സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂൾ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിൻഡോ തോമസ്, കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ മാത്യു TC എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാവരും പറഞ്ഞു, ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിനോട് സഹകരിക്കുന്ന എല്ലാ കുട്ടികളെയും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിന് കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ഒരു പൗരന്റെ സമ്മതിദാനാവകാശം എങ്ങനെ നിർവഹിക്കണമെന്ന ഒരു ധാരണ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത്. സ്കൂൾ HM ലിജി വി പോൾ ഫലപ്രഖ്യാപനം നിർവഹിച്ചു. കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡർ, ആർട്സ് ലീഡർ, സ്പോർട്സ് ലീഡർ, ക്ലാസ് ലീഡർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കാളികളായി. ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയതും ഇലക്ട്രോണിക് മെഷീനിൽ വോട്ട് ചെയ്തതുമെല്ലാം കുട്ടികൾക്ക് കൗതുകമായിരുന്നു. ഒരു പൗരന്റെ സമ്മതിദാനാവകാശം എങ്ങനെ നിർവഹിക്കണമെന്ന ഒരു ധാരണ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഏറെ പ്രയോജനപ്പെട്ടെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി.
മാസ്റ്റർ ലിജി വി പോൾ ഫലപ്രഖ്യാപനം നടത്തി. സ്കൂൾ ഹെഡ് ബോയിയായി ജോൺ ഐ വിൽസൺ, സ്കൂൾ ഹെഡ് ഗേളായി സവാന സന്തോഷ്, ആർട്സ് ലീഡറായി ഗീവർ ഷിജു, സ്പോർട്സ് ലീഡറായി ബെവൻ ബൈജു എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികൾ ആവേശത്തോടെയാണ് ഇലക്ഷൻ പ്രവർത്തനം ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം ഓരോ ഇന്ത്യൻ കുടുംബത്തിനും നേരെയുള്ള ആക്രമണമാണെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ. തൊടുപുഴ സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ വിദ്യാർത്ഥികളുടെ ശബ്ദം അവഗണിക്കപ്പെടില്ലെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ പറഞ്ഞു. പ്രധാനമന്ത്രി മോദി കരുതുന്നത് മറുപടി പറയാതെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയും രക്ഷപ്പെടാം എന്നാണെങ്കിൽ അത് നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KPSTA തൊടുപുഴ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പോലീസ് നരനായാട്ട് നടത്തിയത്, ആ നരനായാട്ട് നടത്തിയ ആ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ 19കാരി സാക്ഷിയാണ് ഇന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് എങ്കിൽ അതുപോലുള്ള സാക്ഷികളുടെ രക്തത്തിൽ നിന്ന് ഉയർന്നു വന്ന അത് രൂപപ്പെടുത്തിയ ഭരണഘടനയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെങ്കിൽ ആ ഭരണഘടനയെയും ഈ ജനാധിപത്യ സമ്പ്രദായത്തെയും ഈ മതേതര സംവിധാനത്തെയും തകർക്കുവാൻ, സംരക്ഷിക്കുവാൻ, അത് തകർക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് സാക്ഷികളിലോ ഈ രാജ്യത്ത് ഉയർന്നുവരും, മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ സബ് ജില്ലാ പ്രസിഡന്റ് ദീപു ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു, ജില്ലാ പ്രസിഡന്റ് സുനിൽ T. തോമസ്, ട്രഷറർ ഷിൻഡോ ജോർജ്, സജി മാത്യു, സിനി ട്രീസ, VR രതീഷ്, ലിജിമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉദ്ഘാടന മാമാങ്കങ്ങളില്ലാതെ ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആദ്യ സർവീസ് അടിമാലിയിലേക്ക് നടത്തി. ഉദ്ഘാടന ചടങ്ങുകളോ ഫ്ളാഗ് ഓഫ് പരിപാടികളോ ഇല്ലാതെ ചെറുതോണിയിലെ പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ച ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് അടിമാലിയിലേക്കുള്ള ആദ്യ സർവീസ് യാത്ര തിരിച്ചതോടെയാണ് പ്രവർത്തനത്തിന് ഔദ്യോഗിക തുടക്കമായത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് എങ്കിലും വിവിധ കാരണങ്ങളാൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പേരിൽ മന്ത്രി റോഷി അഗസ്റ്റിന് വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. പിന്നീട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിലെത്തുകയും തെരഞ്ഞെടുപ്പ് അടുത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ ബസ് ഓപ്പറേഷൻ ആരംഭിക്കാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ് കെട്ടിടം കൈമാറാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് താൽക്കാലികമായി ആസ്ബെസ്റ്റോസ് മേൽക്കൂരയും ഉപയോഗിച്ച് ഓപ്പറേറ്റിംഗ് സെന്റർ നിർമ്മിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ഇത് വ്യാപക ചർച്ചയായിരുന്നു. ഇതിനിടെ ബസ് സ്റ്റാൻഡ് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നിലധികം ഉദ്ഘാടനങ്ങൾ നടന്നതിനാൽ ഇത്തവണ ആദ്യ സർവീസ് പുറപ്പെട്ടപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ജനപ്രതിനിധികളോ മറ്റ് വിശിഷ്ടാതിഥികളോ എത്തിയിരുന്നില്ല. ഇതിനിടെ MLA റോയ് കെ പോലോസ് അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ തനിക്ക് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് പ്രധാനം, അതിനായിരിക്കും തന്റെ ശ്രമമെന്നും വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് പുതിയ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ആദ്യ സർവീസ് ആരംഭിച്ചത്. ഇന്നു മുതൽ ഇവിടെ നമ്മുടെ ഡിപ്പോയുടെ പ്രവർത്തനം, ചെറുതോണി ഡിപ്പോയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ്. MLA വന്നായിരുന്നു, പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾ വന്നു. ഇനി അടുത്ത ദിവസം മുതൽ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിലവിൽ 29 ജീവനക്കാരാണ് ഓപ്പറേറ്റിംഗ് സെന്ററിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സെന്ററിന് മുന്നിൽ യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള മേൽക്കൂരയോടുകൂടിയ കാത്തിരിപ്പ് ഷെൽട്ടർ നിർമ്മിക്കുകയും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്പോൺസർമാരുടെ സഹായത്തോടെ ഒരുക്കുകയും ചെയ്താൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി സേവനം ലഭ്യമാക്കാനാകുമെന്ന് ജീവനക്കാർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്ന് MLA റോയ് കെ പോലോസ്.
എഴുകുംവയൽ സ്പൈസസ് വാലി റോട്ടറി ക്ലബിന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും 26-ന് വൈകിട്ട് 6-ന് എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജന്തർ മന്തർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അക്ഷര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അത് DGPയുടെ ശുപാർശ പ്രകാരമുള്ള സാധാരണ നടപടി മാത്രമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെടുങ്കണ്ടം പൊന്നാമലയിൽ MLAയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് വാർഡ് മെമ്പർ തോമസ് തെക്കേൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.